ഹലോ, ഇതൊരു പുതിയ റേഞ്ച് റോവർ സ്പോർട്ടാണ്. 2026 മോഡലാണ്. ഈ വാഹനത്തിലൊരു പുതിയ ഇൻട്രസ്റ്റിംഗ് ഫീച്ചറുണ്ട്. അതായത് വാക്കവേ ലോക്കിങ്ങും അപ്രോച്ച് അൺലോക്കിങ്ങും. അതായത് നമ്മൾ വാഹനത്തിൽ നിന്ന് വിട്ടു പോകുമ്പോൾ വാഹനം സ്വയമേ ലോക്കാവുന്നു, വാഹനത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ വാഹനം സ്വയമേ അൺലോക്ക് ചെയ്യുന്നു. ഈ ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഈ ഫംഗ്ഷൻ എങ്ങനെ എനേബിൾ ചെയ്യാൻ ഡിസേബിൾ ചെയ്യാം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ പരിചയപ്പെടാം. ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ വാഹനം അവിടെ തന്നെ ഉണ്ട്. കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് വാഹനം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ കീ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കീ ഒന്നും ചെയ്യുന്നില്ല, വാഹനത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. കീയിലൊന്നും പ്രസ് ചെയ്തിട്ടില്ല. വാഹനത്തിൻ്റെ അടുത്തെത്തിയതും ഡിപ്ലോയബിൾ ഡോർ ഹാൻഡിൽ പോപ്പപ്പായി വാഹനം അൺലോക്കായി കഴിഞ്ഞു. വാഹനം അൺലോക്കാണ്. ഇപ്പോൾ നമ്മൾ വാഹനത്തിൽ നിന്ന് വിട്ടുമാറുന്നു. ലോക്കിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല, കീ പോപ്പ് കയ്യിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ വാഹനം ലോക്കായി. ഇതാണ് ഈ ഫീച്ചർ, വാക്കവേ ലോക്കിങ്ങും അപ്രോച്ച് അൺലോക്കിങ്. ഇനി ഈ ഫീച്ചർ എങ്ങനെ നമുക്ക് ഇനേബിൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ ഓപ്ഷൻ നമുക്ക് സ്ക്രീനിലാണ് ഇനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നത്. നമുക്കത് ചെക്ക് ചെയ്യാം. ഇതാണ് സ്പോട്ടിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ. ഇതിൻ്റെ റൈറ്റ് കോർണറിലായിട്ട് നമുക്ക് സെറ്റിങ്സിൻ്റെ മെനു കാണാൻ സാധിക്കും. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അടുത്ത സെറ്റിങ്സിൽ ഓൾ എടുക്കുക. ഓൾ സെറ്റിങ്സിനകത്ത് വെഹിക്കിൾ സെറ്റിങ്സ് എടുക്കുക. വെഹിക്കിൾ സെറ്റിങ്സിനുള്ളിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സെറ്റിങ്സിനുള്ളിൽ നമുക്ക് അപ്രോച്ച് അൺലോക്കിങ്ങും വാക്കവേ ലോക്കിങ്ങും കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഈ വാഹനത്തിൽ ഇനേബിൾഡ് ആണ്. നിങ്ങളുടെ വാഹനത്തിൽ ഈ ഫംഗ്ഷൻ വർക്കാവുന്നില്ലെങ്കിൽ ഈ രണ്ട് ഓപ്ഷൻസ് ഇനേബിൾ ചെയ്യുക. ഇനേബിൾ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ ആക്ടിവേറ്റ് ആവും. വാക്കവേ ലോക്കിങ്ങും അപ്രോച്ച് അൺലോക്കിങ്ങും വർക്കാവും.